കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാന വിവാദത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി വിശദീകരണം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് വിശദീകരണം നൽകിയത്. ഉത്സവ പരിപാടികളിൽ ഇടപെടാറില്ലെന്നും കരക്കാരും വ്യക്തികളുമാണ് പരിപാടി നടത്തുന്നതെന്നും ക്ഷേത്ര ഉപദേശക സമിതി പറയുന്നു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, പുഷ്പനെ അറിയാമോ എന്നതടക്കമുള്ള വിപ്ലവ ഗാനങ്ങൾ അവിടെ പാടി എന്നുള്ളതാണ് ഉയർന്ന ആരോപണം. ഏതായാലും ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം എന്താണ് ദേവസ്വം ബോർഡിന് ക്ഷേത്രോപദേശക സമിതി? ലക്ഷ്മിപത്മ, ഈ സംഭവം വിവാദമായതിനു പിന്നാലെയാണ് ക്ഷേത്രോപദേശ സമിതി ഇതിന്റെ വിശദീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നത്. അതായത് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉത്സവം നടക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പരിപാടികൾ ബുക്ക് ചെയ്യുന്നതും പരിപാടികൾ നടത്തപ്പെടുന്നതും സ്പോൺസർമാരാണ് അത് ചെയ്യുന്നത്. ഇത്തരത്തിൽ ക്ഷേത്രോപദേശ സമിതിക്ക് അതിൽ റോളില്ല. കരക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് ഈ പരിപാടികൾ നടത്തുന്നത്. പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ ഇത്തരത്തിൽ ഈ പാർട്ടി പതാകയും അതുപോലെ പാർട്ടി ഗാനങ്ങളും ആരംഭിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിയല്ല എന്നും അവരുടെ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു അന്വേഷണം നടന്നു, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രാഥമികമായുള്ള വിശദീകരണത്തിലാണ് ക്ഷേത്രോപദേശ സമിതി ഇത്തരത്തിലൊരു വിശദീകരണം നൽകുന്നത്. അതായത് ഈ പരിപാടി നടത്തിയതിൽ ക്ഷേത്രോപദേശ സമിതിക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെയാണ് ഈ വർഷവും പരിപാടികൾ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിവാദത്തിൽ ക്ഷേത്രോപദേശ കമ്മിറ്റിക്ക് പങ്കില്ലെന്നും ഇത്തരത്തിൽ ഈ ചിഹ്നം, പാർട്ടി ചിഹ്നവും അതുപോലെ തന്നെ ഗാനങ്ങളും ഉയർന്നതിൽ യാതൊരുവിധ ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് ഉണ്ടായതെന്നും വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ അന്തിമ തീരുമാനം ഇതിലെടുക്കും. എന്തായാലും നിലവിൽ യൂത്ത് കോൺഗ്രസ് അടക്കം പോലീസിന് പരാതി നൽകി. അതുപോലെ ഗവർണർക്കും നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുവരെയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരടക്കം പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ല എന്നൊരു ആക്ഷേപവും നിലവിലുണ്ട്. ലക്ഷ്മിപത്മ, കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ ക്ഷേത്രോപദേശക സമിതിയുടെ വിശദീകരണമാണ് എത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഉത്സവ പരിപാടികളിൽ ഇടപെടാറില്ല, കരക്കാരും വ്യക്തികളുമാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് അവർ പറയുന്നു. ഈ ഉത്സവ പരിപാടികൾ നടത്തുന്നത് എന്ന് പറയുന്നു. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്നുകൂടി, തെറ്റായിപ്പോയി എന്നുകൂടി ക്ഷേത്രോപദേശക സമിതി ഇപ്പോൾ വിശദീകരിക്കുകയാണ്. ദേവസ്വം ബോർഡിന് മുന്നിൽ കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.